ഫോക്ലോറാണ് എന്ന് പറഞ്ഞിട്ട് അടിവരായിട്ട് പറയും. കാരണം ഹിസ്റ്ററിയിൽ എവിടെയും ഇത് എന്ത് ചെയ്തിട്ടില്ല, രേഖപ്പെടുത്തിയിട്ടില്ല. ഈ കഥ പറയുന്നത് കുഞ്ഞിമരയ്ക്കാർ ഷഹീദോരുടെ ഖബറാണെന്നാണ്. അതായത് കുഞ്ഞിമരയ്ക്കാർ ഷഹീദോരി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ശരിക്കും ഉണ്ടായിരുന്നു പോർച്ചുഗീസ് കാലഘട്ടത്തിൽ. അന്ന് അദ്ദേഹം ഒരു വിവാഹം ആയി നിൽക്കുന്ന സമയം, വിവാഹം കഴിഞ്ഞു എന്ന് പറയുന്നത് വിവാഹത്തിന് തലേന്ന്. അപ്പോൾ പോർച്ചുഗീസുകാർ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി കപ്പലിൽ. ഉമ്മ പറഞ്ഞ് നീ പോയിട്ട് ആ പെൺകുട്ടിയെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇദ്ദേഹം കപ്പലിൽ കയറി പോർച്ചുഗീസുകാരായിട്ട് ഫൈറ്റ് ചെയ്തു. ഇദ്ദേഹത്തെ 7 പീസാക്കി മുറിച്ചു കൊന്നിട്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ കടലിലേക്ക് ഇട്ടു. കടലിലേക്ക് ഇട്ട ഈ കുഞ്ഞിമരയ്ക്കാർ ഷഹീദോരുടെ കൈ, കാല്, അങ്ങനെ ഡിഫറെൻറ്റ് പാർട്സ് പൊന്നാനി, കോഴിക്കോട്, കണ്ണൂർ ഉള്ള സ്ഥലങ്ങളിൽ, തിരൂര് പോലുള്ള സ്ഥലങ്ങളിൽ അടിഞ്ഞു എന്നാണ്. അവിടെയൊക്കെ ഖബറുകളുണ്ട്. അതിലൊരു പാർട്ട്, ഒരു കൈ ഇവിടെ വന്നു എന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഇവിടെ എത്തിയെന്നാണ്. അങ്ങനെ 7 ഒന്നുണ്ട്, 9 പാർട്ടായിട്ട് മുറിച്ചു ഒക്കെ ഉണ്ട്. അങ്ങനെ വന്നടിഞ്ഞു എന്നാണ്. ഈ കുഞ്ഞിമരയ്ക്കാർ ഷഹീദോരെ കുറിച്ച് ചരിത്രത്തിൽ എവിടെയും കേട്ടിട്ടില്ല. പക്ഷേ മുനമ്പത്ത് ബീവി എന്ന് പറയുന്ന ഒരു ബീവിയുണ്ട് ഖബറിൽ. അവിടെ മുനമ്പത്ത് ബീവിയുടെ ഈ പോരിശ മീൻസ് അവരുടെ ആ ഒരു ഇത് വാഴ്ത്തുന്ന പാട്ടിൽ പറയുന്നത് വെളിയങ്കോട് ഉമ്മർഖാലി കുഞ്ഞിമരയ്ക്കാർ ഷഹീദോരും ജനിച്ച നാട്ടിലാണ് ഈ മുനമ്പത്ത് ബീവി ജനിച്ചതെന്നാണ്. വെളിയങ്കോട് ഉമ്മർഖാലി ഈസ് ഫേമസ് ഫ്രീഡം ഫൈറ്റർ. അപ്പോൾ വെളിയങ്കോട് ഉമ്മർഖാലിയും കുഞ്ഞിമരയ്ക്കാർ ഷഹീദോരും ജനിച്ച നാട്ടിലാണ് മുനമ്പത്ത് ബീവിയും അടിഞ്ഞത് എന്നാണ് പൊന്നാനി. അപ്പോൾ അങ്ങനെ ഒരു ഐതിഹ്യമുള്ളത്. അങ്ങനെയാണ്. ഇത് ചരിത്രമല്ല, ചരിത്ര രേഖകൾ എവിടെയും കാണാൻ കഴിയില്ല. പക്ഷെ അങ്ങനെയാണ് പറയുന്നത്. ഏതായാലും ഈ ഖബർ ഇങ്ങനെ വളരെ അത്ഭുതമാണ്. കാരണം ഈ ആൽമരം കൊണ്ട്, അല്ലെങ്കിൽ 3 മരങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ഖബറാണ്.